അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആണ്. നമ്മളെല്ലാവരും ഇപ്പോൾ നെയിം സ്ലിപ്പൊക്കെ ഉണ്ടാക്കേണ്ട തിരക്കിലായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞ് നെയിം സ്ലിപ്പിൻ്റെ ഒരു മോഡലായിട്ടാണ് ഇന്നത്തെ ഈ ഒരു ലോങ് വീഡിയോ. ഈ ഒരു നെയിം സ്ലിപ്പ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫോണിൽ ക്യാൻവ എന്ന് പറയുന്ന ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഈ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റം സൈസ് ചോദിക്കും. അതിന് മുന്നേ നമ്മൾ യൂണിറ്റ്സിൻ്റെ എടുക്കുക PX മാറ്റിയിട്ട് CM ആക്കി കൊടുക്കണം. സെൻറ്റിമീറ്ററിലാണ് നമുക്ക് ഈ ഒരു സൈസ് വേണ്ടത്. പിന്നെ വിഡ്ത്ത് 8.49 ഹൈറ്റ് ഞാൻ 4.97 ആയിട്ടാണ് ഈ ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായത്. പേജ് ക്രിയേറ്റ് ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് കുറച്ച് മുന്നേ കുറേ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഇവിടത്തേക്ക് റീപ്ലേസ് ചെയ്തു. ഈ ഒരു നെയിം സ്ലിപ്പ് ഫോട്ടോ ആഡ് ചെയ്തിട്ടുള്ളൊരു നെയിം സ്ലിപ്പാണ്. അതുകൊണ്ട് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ ഒരു ഫോട്ടോ വേണം. ഫോട്ടോന് നമ്മൾ അപ്ലോഡ്സ് പോയിട്ട് നമ്മൾ ഓൾറെഡി ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കി ഫോട്ടോ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം, അല്ലെങ്കിൽ ഫ്രെയിം സെറ്റ് ആക്കിയിട്ട് ഫോട്ടോ വെക്കാം. പിന്നെ ഞാൻ ഈ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു അപ്ലോഡ് ലിസ്റ്റ് പോയി നോക്കുമ്പോൾ ഈ ഫോട്ടോ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഫോട്ടോ തന്നെ ഞാൻ ഇവിടെ ആഡ് ചെയ്തു. പിന്നെ നമുക്ക് വേണ്ടത് ഷേപ്പാണ്. നമ്മൾ ഷേപ്പ്സിന് ടൈപ്പ് ചെയ്യുക. റെക്ടാങ്കുലർ ഷേപ്പ് വേണ്ടതുകൊണ്ട് ഞാൻ റെക്ടാങ്കുലർ ഷേപ്പിന് ടൈപ്പ് ചെയ്തു. ആ ഒരു ഷേപ്പ് ഇവിടെ വെച്ചു. അതിൻ്റെ കളർ വൈറ്റ് ആക്കി. ഇനി നമുക്ക് ഇതിൻ്റെ നെയിം, സ്കൂള്, സബ്ജക്റ്റ് അതൊക്കെ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ടെക്സ്റ്റ് പോവാം. ഇതൊക്കെ നമ്മളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫോണ്ട് നമുക്ക് താഴെ ഫോണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ക്യാൻവ എന്ന് പറയുന്ന ഈ ഒരു ആപ്പ് നെയിം സ്ലിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും ക്യാൻവ ആപ്പിനെ കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളിവിടെ ക്ലാസ്, ഡിവിഷൻ, റോൾ നമ്പർ, സബ്ജക്റ്റ്, പിന്നെ സ്കൂൾ നെയിം അടിക്കുന്നില്ല. അപ്പം ഒക്കെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഡാർക്ക്നെസ് പോലെ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഒരു പിക്ചറിനൊന്ന് എഡിറ്റ് ചെയ്യാം. പിക്ചറിനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ക്ലിക്ക് ചെയ്യാം. പിന്നെ താഴെ കാണുന്ന ഈ ഒരു അഡ്ജസ്റ്റിൽ പോയിട്ട് നമുക്ക് ബ്രൈറ്റ്നെസ് കുറച്ചൊന്ന് കൂട്ടി കൊടുക്കാം. അങ്ങനെ കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പിക്ചറിനും കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കിട്ടും. ഇനി ഈ ഒരു പിക്ചറിനെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആ ഡൗൺലോഡ് ഓപ്ഷൻ്റെ ഇപ്പുറത്തുള്ള ആ ഒരു പ്രിൻറ്റിങ് ഓപ്ഷൻ കൊടുക്കുക. അതിൽ PNG മാറ്റി PDF പ്രിൻ്റായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് ഒരു A4 ഷീറ്റിൽ ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നമുക്കിത് പ്രിൻ്റ് എടുക്കാം. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ചെയ്തെടുത്ത നെയിം സ്ലിപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.